നോമ്പുകാല വിചാരങ്ങളിലേക്ക് സ്വാഗതം. നോമ്പ് എന്താ? അതൊരു കണ്ടെത്തലാണ്. കണ്ടെത്തുന്നത് എന്തൊക്കെയാ? നിന്റെ നെറ്റിത്തടങ്ങളിൽ അവൻ്റെ കുരിശടയാളം ഉണ്ടോ എന്ന് നീ കണ്ടെത്തുന്ന ഒരു സുദിനമാണ്. രണ്ടാമത്തെ കണ്ടെത്തൽ സഹോദരങ്ങളെ കണ്ടെത്തുന്ന ഒരു സുദിനമാണ്. ഇപ്പം 2 കണ്ടെത്തലുകളാണ് നോമ്പുകാലത്ത് നമുക്ക് അനുഷ്ഠിക്കാനുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ ഒരു കുരിശടയാളം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാ. ഇപ്പം ചിലപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോമ്പിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് കുറേ അധികം കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ വയ്ക്കുന്നുണ്ട് നമ്മൾ. ഇവിടെ ആരൊക്കെ സൂചിപ്പിച്ച പോലെ മത്സ്യമാംസാദികളും കുറേ അധികം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷെ കണ്ടെത്തുന്നുണ്ടോ നീ ചിലത്? നോമ്പൊക്കെ കഴിയുമ്പോഴുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഈ മാറ്റി വെച്ചതൊക്കെ ഇരട്ടി കൊണ്ടുവരുന്നു എന്നുള്ള സങ്കടമല്ലേ നമുക്കൊക്കെ ഉള്ളത്. മുമ്പൊക്കെ എല്ലാം മാറ്റി വയ്ക്കുക. ഞാൻ ഈ ദിവസങ്ങളൊരു എന്താ പറയുക, മുഴുക്കുടിയനെ പരിചയപ്പെടാം. നോമ്പുകാലത്ത് കുടിക്കില്ല അച്ഛാ, നോമ്പുകാലത്ത് കുടിക്കില്ല, വലിക്കില്ല, ദുശീലങ്ങളൊന്നുമില്ല. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദാറ്റ്? അതിന് ശേഷം എന്താ സംഭവിക്കണേ? ഈ 50 ദിവസം മാറ്റി വെച്ചത് അടക്കം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്. നീ എന്താ അത് കണ്ടെത്തുക? കർത്താവിൻ്റെ കുരിശടയാളം നീ കണ്ടെത്തുക. അതെപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്? നമുക്ക് കിട്ടിയിട്ടുള്ളത് നിശ്ചയമായിട്ട് നമ്മൾ മാമോദീസയിലൂടെയാണ്. അത് നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഉത്ഭവ പാപത്തിൽ നിന്ന് കർമ്മപാപത്തിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ മാറ്റല്ലേ. ഉത്ഭവ പാപത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഒരു കുരിശിൻ്റെ അടയാളം തരാം, ഇത് നിനക്ക് കൂടെ ഉണ്ടാവണട്ടാന്ന് പറയാം. ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ ഒരു ചോദ്യം, അന്ന് ഉണ്ടായിരുന്ന ആ ഒരു കുരിശടയാളം ഇപ്പോഴും എൻ്റെ നെറ്റിത്തടങ്ങളിൽ ഉണ്ടാവും. ആ നെറ്റിത്തടങ്ങളിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടോ? മാഞ്ഞു പോവാണത് എങ്ങനെയാ എന്ന് കണ്ടെത്തുക. മാഞ്ഞു പോയത് എങ്ങനെയാ? ദൈവത്തെ വിട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി. മറ്റ് പലതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മൾ എന്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണേ? എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതം പറയുമ്പോൾ ഒരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിങ്ങനെയാണ്, കർത്താവിൻ്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞിട്ടും അവനിങ്ങനെ ബൈപ്പാസ് ചെയ്ത കുറേ നാളുകളുണ്ടായിരുന്നു ലൈഫിൽ. അതായത് ദൈവത്തിൻ്റെ വചനമൊക്കെ പറയണു, പാട്ടൊക്കെ പാടണു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവമായിട്ടൊരു ഇൻറ്റിമസി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എൻകൗണ്ടറിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കാണുന്നതൊക്കെ സങ്കടങ്ങളുടെ ജീവിതം മാത്രമാണ്. കൺമുമ്പിൽ അപകടങ്ങൾ, ദുരിതങ്ങൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, നിൽക്കുന്ന ഇടവകകളിലൊക്കെ സങ്കടത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു നോമ്പുകാല സമയത്ത് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്താ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കണേ? അപ്പോൾ ഈശോൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, സ്റ്റാഴ്സാ, നീ ആരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണേ? നീ ആരുടെ കുരിശടയാളങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണേ? തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. പലതിൻ്റെയും പിന്നാലെയൊക്കെ പോയിന്നേ. ദാവീദ് ചെയ്തില്ലേ? അവനിങ്ങനെ നല്ലൊരു മനുഷ്യൻ, എത്രയൊക്കെ കൃപയുണ്ടായിരുന്ന ആളാ. കിന്നരം വായിക്കുമ്പോൾ പിശാച് ഇറക്കി പോകുന്ന അവസ്ഥയുണ്ടായിരുന്ന മനുഷ്യനാ. 10,000 മനുഷ്യരെയൊക്കെ തോൽപ്പിച്ച് ഒരു കിരീടാവകാശമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്ന മനുഷ്യനാ. പക്ഷേ അവൻ്റെ ഫോക്കസ് മാറിപ്പോയി. അവൻ മറ്റു പലതിലേക്കും മിഴി വായിച്ചു. ബത്ശേബ എന്ന് പറയണ ഒരു പെണ്ണിൻ്റെ പിന്നാലെ പോയി എന്നൊക്കെയാണ് പറയണേ. അതുകൊണ്ട് സംഭവിക്കണേ എന്താ? പിന്നെ അത് കൊലപാതകത്തിലേക്കായി, എന്തൊക്കെ ദുരിതങ്ങളിലേക്കാണ്. പിന്നെ തിരിച്ചു വന്നിട്ട് ദൈവത്തെ കണ്ടെത്താൻ തുടങ്ങുക. ആണ് 51-ാം സങ്കീർത്തനമൊക്കെ. അപ്പോൾ ഈ നോമ്പുകാലത്ത് നമുക്ക് ആദ്യം അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ്? ദൈവത്തിൽ നിന്നും നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ കം ബാക്ക് ടു ജീസസ്, കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുകയും എന്നിട്ടൊന്ന് കണ്ണീരോട് കൂടിയിട്ട് പറയും. നോമ്പ് തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു പാട്ട് എങ്ങനെയാണ്? കണ്ണീരാരു തരും പശ്ചാത്താപത്തിൻ, അങ്ങനെ പറയുന്ന ഒരു പാട്ട് തുടങ്ങുക. കണ്ണീരാരെ തരാം? അപ്പോൾ അവൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കരയേ, കർത്താവെ മാറിപ്പോയിട്ടുണ്ട്, ഞാൻ തിരിച്ചു വന്നേക്കുക, എന്നെ ഒന്ന് ഈ ചേർത്ത് പിടിക്കണമെന്ന് പറയണ ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കാലത്തെങ്കിലും കുറേ വഴക്കുകളൊക്കെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എത്ര അധികം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഒരു ദിവസത്തെ പേപ്പർ എടുത്ത് തരാൻ പറ്റുമോ? കൊലപാതകമില്ലാത്ത, അക്രമ രാഷ്ട്രീയമില്ലാത്ത ഒരു ദിവസത്തെ പേപ്പർ. കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തോന്നുക. ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തൊക്കെയാണ്. ഇന്ത്യയിലേക്ക് എന്ന് വേണമെങ്കിൽ വരാമെന്നൊക്കെ പറയണത്. ഇപ്പോൾ ചാനൽ ചർച്ച വളരെ 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 എന്താ പറയുക, വൈബ്രൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച കാണാം. വാക്കുകൾ കൊണ്ട് നമ്മൾ അമ്മാനാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വാക്കുകൾ തമ്മിലുള്ള യുദ്ധമൊക്കെ തീർന്നിട്ടേ അവസാനം ഫ്ലോറിൽ വെച്ച് അടി നടക്കുക. സംസാരിക്കാൻ പറഞ്ഞിരുന്നവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ അടികൂടി ഇങ്ങനെ അതിങ്ങനെ ക്യാമറയിൽ ടെലികാസ്റ്റ് ചെയ്ത് പോകേണ്ട വരുന്ന ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അമ്മേനെയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റാണ്ടൊക്കെയുള്ള എന്ത് നോമ്പ് അവിടെ. മലയുടെ മുകളിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മളെന്തിനാ വെട്ടും കുത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് സങ്കടം തോന്നുന്നല്ലേ. ദൈവത്തിൻ്റെ പേര് പറഞ്ഞൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇതാണോ ഭാരതം കണ്ട ഒരു പശ്ചാത്തലം?
ഭാരതത്തിൻ്റെ ഒരു ചൈതന്യം എന്താ സത്യം പറഞ്ഞാൽ? ഭാരതത്തിൻ്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മരം മുറിക്കാൻ പോകുമ്പോൾ മരം വെട്ടുകാരൻ പോയിട്ട് മരത്തിൻ്റെ അടുത്ത് പറയും, ജീവിക്കാൻ വേണ്ടിയിട്ടാ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാ, ഞാൻ വെട്ടുന്നുണ്ട് കേട്ടാ നിന്നെ. അങ്ങനെ പറഞ്ഞിട്ടാണ് മരത്തിൻ്റെ ആ ഏറ്റവും കടക്കിൽ കൊണ്ടുപോയിട്ട് മഴ വയ്ക്കണേ. അതിന് തൊട്ടുമുത്തി വെച്ചിട്ടുണ്ടായിരുന്ന അതേ കൾച്ചറിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ടാണ് പൈസ ചിലവാക്കണമെന്ന് പറയണേ. പാകിസ്ഥാനെതിരെയും മറ്റു രാജ്യങ്ങൾക്കൊക്കെ എതിരെയൊക്കെ നമ്മൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ. ഡിഫൻസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വചനം ഇങ്ങനെ പതുക്കെ നമുക്ക് അവസാനിപ്പിക്കുക. ഇങ്ങനെ നോമ്പുകാലത്തിൻ്റെ ഒരു ചൈതന്യം ചെയ്യാൻ പറ്റുന്ന കാര്യം, ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ സുഹൃത്തെ? ചെറിയ ചെറിയ വഴക്കുകൾ, അതങ്ങ് ലോകമഹായുദ്ധത്തിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഒരു പായയിൽ കിടന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന എത്ര പേരുണ്ട്? പള്ളിയിൽ വന്നിട്ട് വികാരിച്ചിനെതിരെയും നാട്ടുകാർക്കെതിരെയും സഭയ്ക്കെതിരെയൊക്കെ ഇങ്ങനെ ഈ വാക്കുകൾ കൊണ്ടൊക്കെ എത്ര മോശം നടന്നുകൊണ്ടിരിക്കണേ. അയൽപ്പക്കങ്ങൾ തമ്മിലൊക്കെയുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളെയൊക്കെ ഒന്ന് വിളക്കി ചേർക്കുന്ന കാലമാണ് നോമ്പ് കാലം. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള സ്നേഹം എങ്ങനെയല്ലേ? അബുദാബിയിൽ പോലും, അതായത് ക്രൈസ്തവരുടെ നാട്ടിൽ പോയിട്ടും പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം ബന്ധങ്ങൾ ആഘോഷിക്കുന്നു പറയാം. അപ്പം നോമ്പ് അടിസ്ഥാനപരമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ദൈവത്തെ കണ്ടെത്തുക, മനുഷ്യരുടെ കൂടെ ജീവിതം ആഘോഷിച്ചു തുടങ്ങുക. ഈ രണ്ട് തീരുമാനം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ നോമ്പ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ല നോമ്പ്. ഈസ്റ്ററിൽ ശരിക്കും ഈശോയെ നമുക്ക് കാണാൻ പറ്റും, ഉത്ഥാനത്തിൻ്റെ ഒരു ചൈതന്യം കാണാൻ പറ്റും. നോമ്പ് അവസാനിക്കുന്നത് അങ്ങനെയല്ലേ? പക്ഷെ നമുക്കിപ്പോഴും കുരിശിൻ്റെ വഴിയൊക്കെ ആയിട്ട് ജീവിതം തീർന്ന നോമ്പല്ല അത്. നോമ്പ് ഉത്ഥാനമാണ്. തുടങ്ങിയ സങ്കടങ്ങളുടെയൊക്കെ കാഴ്ചകളൊക്കെ തീർന്നിട്ട് കർത്താവിൻ്റെ കുരിശടയാളവും കർത്താവ് ഉത്തിതനുമായിട്ട് കാണുന്നതിൻ്റെ ഒരു പെരുന്നാൾ. നല്ല നോമ്പുകാലം ആശംസിക്കണു. നോമ്പുകാലത്തിന് ശേഷം ഈശോയെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.